കൺസ്ട്രക്ഷൻ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ ചുരുക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ പുതിയതായിട്ട് ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പോൾജോ എന്ന സ്ഥാപനം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന പുതിയൊരു പ്രൊഡക്റ്റാണ് പോൾജോ ബിൽഡ് ആൻഡ് പ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഐറ്റം. ഇത് നമുക്ക് പ്ലാസ്റ്ററിങ് മെറ്റീരിയലായും കൺസ്ട്രക്ഷൻ മോട്ടറായും ഉപയോഗിക്കാം. അതായത് ഈ കട്ട പണിതിരിക്കുന്നതെല്ലാം ഈ കൺസ്ട്രക്ഷൻ മോട്ടർ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിത് വർക്ക് ചെയ്തിരിക്കുന്നത് റെനോകോൺ കമ്പനിയുടെ നമ്മൾ ലൈറ്റ് വെയ്റ്റ് ബ്രിക്കിലാണ്, അത് ACC ബ്ലോക്കിലാണ്. നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ മോട്ടറായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് ലാറ്ററൈറ്റ് സ്റ്റോണിലായാലും, അതായത് ചെങ്കല്ലിലായാലും സിമൻറ്റ് സോളിഡ് ബ്ലോക്കിലായാലും അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടികകളിലായാലും, അതായത് സിമൻറ്റ് കൺസ്ട്രക്ഷൻ മോട്ടർ ഉപയോഗിച്ച് പണിയാവുന്ന ഏതിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, അത് ഈ 3 mm തിക്നെസ് തൊട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ 80% ജിയോ പോളിമർ ആയതുകൊണ്ട് ഇതിന് ക്രാക്കിനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഒരു 3 ദിവസം വരെ നമുക്ക് ക്യൂറിങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, വെള്ളം നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ വർക്ക് കഴിഞ്ഞതിന് ശേഷം. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്ന പോലെ തന്നെ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റിൽ നമുക്ക് ഈ തിക്നെസ് കുറയുന്നത് കൊണ്ട് നമുക്ക് വളരെ കുറവായിട്ട് ചെയ്യാൻ പറ്റും, മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. സാധാരണ നമ്മളൊരു കൺസ്ട്രക്ഷനിൽ നമ്മൾ സിമൻറ്റ് ബ്ലോക്ക് പണിയുമ്പോൾ ഒരു ബാഗ് സിമൻറ്റ് കൊണ്ട് നമുക്ക് 100 ബ്ലോക്കാണ് മാക്സിമം ചെയ്യാൻ പറ്റുക. ഇത് വെറും 2 ബാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 100 കട്ട പണിയാനുള്ള കൺസ്ട്രക്ഷൻ മോട്ടർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വെള്ളം മാത്രം ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ സാധാരണ പുട്ടി മിക്സ് ചെയ്യണ പോലെ പുട്ടി മിക്സർ ഉപയോഗിച്ച് വെള്ളം മാത്രം ചേർത്ത് പുട്ടി മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പുട്ടി മിക്സർ പോലെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് വേസ്റ്റേജ് 0% ആണ്. ഇത് 0% വേസ്റ്റേജിനുള്ളൂ. അപ്പോൾ ഇതാണിത് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതായത് വേസ്റ്റേജ് ഇല്ല, അതേപോലെ തന്നെ കോസ്റ്റ് വൈസിൽ സാമ്പത്തിക ഭാഗം വളരെ കുറവ് മതി, ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്, ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ 9 മുതൽ 12 mm തിക്നെസ്സാണ് നോർമൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് സാധാരണ സിമെൻറ്റ് മണൽ പ്ലാസ്റ്റർ. നമ്മുടെ റെഡി പ്ലാസ്റ്റർ, ബിൽഡിംഗ് പ്ലാസ്റ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 3 mm തിക്നെസ് മുതൽ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 mm തിക്നെസ്സിലാണ് നമ്മളിത് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത്രയും തിക്നെസ് കുറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റും, അത്രയും മെറ്റീരിയൽ കുറവ് മതി. അപ്പം നമുക്ക് സാധാരണ പ്ലാസ്റ്ററിനേക്കാളും കോസ്റ്റ് കുറവിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷിങ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് സാധാരണ പ്ലാസ്റ്റർ ചെയ്യണേക്കാളും വളരെ സ്മൂത്ത് ഫിനിഷിംഗ് ആണ്. അതായത് നമുക്ക് പുട്ടി ഫിനിഷിംഗ് സ്റ്റേജിൽ നമുക്ക് ഫൈൻ പുട്ടിയുടെ ഉപയോഗമൊക്കെ വളരെയധികം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ നമ്മൾ ഒരു പ്ലാസ്റ്റർ ചെയ്ത് പൊട്ടിയിട്ട് പ്രൈമർ അടിച്ച് വരുന്ന കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു 20 മുതൽ 30% വരെ ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.